ഇപ്പോൾ BJP തലസ്ഥാനം ഭരണം പിടിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ആറ്റുകാൽ പൊങ്കാലയാണ്. എങ്ങനെയാണ്, എന്തൊക്കെയാണ് പറയാൻ? വളരെ ചിട്ടയോടെ യാതൊരുവിധ അനിഷ്ട സംഭവങ്ങളുമില്ലാതെ, ആർക്കും യാതൊരു പരാതിയും പരിഭവമില്ലാതെ വളരെ സ്വൈരമായി സമാധാനപരമായി ഒരു പൊങ്കാല നടന്നു എന്നുള്ളതിൻ്റെ ക്രെഡിറ്റ് വാസ്തവത്തിൽ നഗരസഭയ്ക്കുള്ളതാണ്. ഇതിനു മുമ്പ് നഗരസഭ ഈ പൊങ്കാലയോടൊക്കെ ചെയ്തിരിക്കുന്ന വളരെ നിഷേധാത്മകമായ നയം ജനങ്ങൾക്കൊക്കെ വളരെ അറിവുള്ളതാണ്. കൊറോണ കാലത്ത് അന്ന് വീടുകൾക്കുള്ളിൽ മാത്രമേ പൊങ്കാല ഇടേണ്ടവർ ഇട്ടിരുന്നുള്ളൂ, പുറത്തുനിന്ന് ആരും വന്നിരുന്നില്ല. അന്ന് പോലും ഈ പൊങ്കാലയുടെ പേരിൽ കോടിക്കണക്കിന് രൂപ ചിലവായി എന്ന് പറഞ്ഞ് കള്ള വൗച്ചറുണ്ടാക്കി പണം തട്ടിയെടുത്ത മുൻകാല ഈ നഗരസഭ അധികൃതരെക്കുറിച്ച് ഇന്നും വളരെ പുച്ഛത്തോടെ, അതേസമയം അമർഷത്തോടെ, പ്രതിഷേധത്തോടെയാണ് ഓർക്കുന്നത്. അതിൽ നിന്നൊക്കെ എത്രയോ വ്യത്യസ്തമായി ഇവിടെ എല്ലാവരും ഒരുമിച്ച് സഹകരിച്ച് വളരെ ഭംഗിയായി ഈ പൊങ്കാല നടത്താൻ കഴിയും. വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നുള്ള പരാതി വളരെ നേരത്തെ തന്നെ ഈ പ്രദേശത്തെമ്പാടുമുള്ള ജനങ്ങൾക്കുണ്ടായിരുന്നു. പൊങ്കാല എത്തുമ്പോഴേക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഭയാശങ്കകളും ഉണ്ടായി. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അത്തരത്തിലൊരു പ്രചരണം കൂടിയുണ്ട്. ഈ BJP വന്നതിന് ശേഷമുള്ള ഒരു പൊങ്കാലയാണ്. അപ്പോൾ ഈ സർക്കാർ തന്നെ ഇടപെട്ട് ഈ വെള്ളം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന തടസ്സപ്പെടുത്തിയ തരത്തിൽ അതിൽ ഒരു വാസ്തവമുണ്ടോ? എന്താണ്? അല്ല, വെള്ളം കൊടുക്കേണ്ടത് സർക്കാരിൻ്റെ കടമയാണ്. കാരണം ജല അതോറിറ്റി ആണ് അവരുടെ പമ്പിംഗ് ഹൗസിൽ നിന്ന് വെള്ളം ആവശ്യത്തിന് കൊടുക്കേണ്ടത്. അല്ലേ തന്നെ കൊടുക്കണമല്ലോ. ഇവിടെ പ്രദേശത്തെ വെള്ളം കിട്ടുന്ന ജല അതോറിറ്റി കൊണ്ട് തന്നെയാണ്. തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമല്ല, കൊടുക്കേണ്ടത് അവരുടെ കടമയാണ്. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളോളമായി പലയിടങ്ങളിലും വെള്ളം കിട്ടുന്നില്ല എന്നുള്ള പരാതി വ്യാപകമാണ്. അതിൽ ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അമർഷവും ഉത്കണ്ഠയുണ്ടായി. ഈ പൊങ്കാല വന്നു കഴിഞ്ഞാൽ എങ്ങനെയാവും? അപ്പോൾ കോർപ്പറേഷൻ രംഗത്ത് വന്നു. കോർപ്പറേഷൻ പറഞ്ഞു, ഞങ്ങൾ എവിടെ നിന്നെങ്കിലും വെള്ളം ടാങ്കറിൽ കൊണ്ടുവന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കും. പൊങ്കാലയിൽ വെള്ളം കിട്ടിയില്ല എന്നുള്ള പരാതി ഉണ്ടാവില്ല, അത് പരിഹരിക്കും. പക്ഷേ ഈ നാട്ടിലെ ജനങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളോളമായി പ്രശ്നമാണ്. പലയിടത്തും വെള്ളം കിട്ടാതെ വലയുകയാണ്. എത്രയോ ആയിരക്കണക്കിന് രൂപ ഓരോ വീട്ടുകാരും കൊടുത്താണ് വെള്ളം ടാങ്കറിൽ പലയിടത്തു നിന്നും കൊണ്ടുവരുന്നു. റെസിഡൻസ് അസോസിയേഷനൊക്കെ അക്കാര്യത്തിൽ വളരെയധികം പ്രതിഷേധത്തിലാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇനി പൊങ്കാലയും കൂടെ വന്നാൽ എന്താകും എന്നുള്ളതിനെക്കുറിച്ച് ഒരു വലിയ ഉത്കണ്ഠ നിലനിൽക്കുമ്പോഴാണ് കോർപ്പറേഷൻ മുൻകൈയെടുത്ത് ജല അതോറിറ്റി ഇവിടെ വെള്ളം എത്തിച്ചില്ലെങ്കിലും കോർപ്പറേഷൻ എത്തിക്കും, എവിടെ നിന്നെങ്കിലും വെള്ളം കൊണ്ടുവരും എന്നൊരു നിലപാട് സ്വീകരിച്ച് ഒരു കാരണവശാലും വെള്ളപ്രശ്നത്തിൽ പൊങ്കാലയിൽ അസ്വസ്ഥതയോ അലങ്കോലമോ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നിർബന്ധ ബുദ്ധിയോടെ, ഇച്ഛാശക്തിയോടെയാണ് ചിട്ടയോടുകൂടി തന്നെയാണ് ഇത്തവണ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തതെന്ന് പറയാം. പല ആളുകളുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പൊങ്കാല ഇടാൻ എത്തിയ ഭക്തരൊക്കെ പറയുന്നത് നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടി അവർക്ക് സൗകര്യങ്ങൾ എത്തിയെന്ന് തോന്നലുണ്ടായി എന്നുള്ളതാണ്. അത്തരത്തിലൊരു ചിട്ടയായ ഒരു ക്രമീകരണം തന്നെയായിരുന്നു കാര്യങ്ങൾ. അല്ല, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം വളരെ അവലോകന യോഗങ്ങൾ ചിട്ടയായി കൃത്യസമയത്ത് തന്നെ നടന്നു. അത് ക്ഷേത്ര ഭാരവാഹികളും കോർപ്പറേഷൻ അധികൃതരും സർക്കാരിൻ്റെ ഏജൻസികളും എല്ലാവരും കോർഡിനേറ്റ് ചെയ്യുന്നതിൽ കോർപ്പറേഷൻ വിജയിച്ചു എന്നുള്ളതാണ്. കോർപ്പറേഷൻ മുൻകൈയെടുത്ത് എവിടെയൊക്കെ പോരായ്മകളോ പരാതികളോ ഉണ്ടോ അവിടെയെല്ലാം ചെല്ലുകയും അതെല്ലാം പരിഹരിക്കുകയും ചെയ്യും. കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ നാട്ടിലെ നഗരത്തിൻ്റെ മുഴുവൻ ചുമതല വഹിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അപ്പോൾ തങ്ങളുടെയൊക്കെ ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയല്ല, ഒക്കെ സർക്കാർ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയല്ല. സർക്കാർ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ധർമ്മം അനുഷ്ഠിക്കേണ്ടത് അവരുടെ കടമയാണ്. പക്ഷേ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഈ പൊങ്കാലയിൽ പങ്കെടുത്ത് അവർക്ക് ഈ വരുന്നവർക്കെല്ലാം ആതിഥ്യമരുളി അവർക്ക് ആവശ്യമായിട്ടെല്ലാം കൊടുത്ത് ഭംഗിയാക്കുക എന്ന കാര്യത്തിൽ ഈ നാട്ടിൽ ജനങ്ങൾക്ക് എത്രയോ നാളുകളോളമായിട്ട് അവർ അതിൽ കാർക്കശ്യം കാട്ടിയിട്ടുള്ളവരാണ്. ഇപ്രാവശ്യമാണെങ്കിൽ പാളയ ഇമാമും പറഞ്ഞു പള്ളികളെല്ലാം തുറന്നു കൊടുക്കണം, ആവശ്യത്തിന് പങ്കാളിയിടാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. എല്ലാ വിഭാഗം ആളുകളും രംഗത്ത് വരികയാണ്. ഇവിടെ ക്ലബ്ബുകൾ, സൊസൈറ്റികൾ, ഈ സംഘടനകൾ, സാമൂഹിക സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, അതുപോലെ തന്നെ പൗരപ്രമുഖർ എല്ലാവരും എല്ലാ ഭേദചിന്തകളും മറന്ന് ഒരുമയോടുകൂടി ഇത് അഭിമാനമാണ്, നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ മഹനീയമായ മാതൃകയാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന
ഒരു വലിയ കാഴ്ചയാണ് വാസ്തവത്തിൽ നമുക്ക് ഈ പൊങ്കാലയിൽ കാണാൻ സാധിച്ചത്. അതിൽ കോർപ്പറേഷൻ കാണിച്ച ആ ഒരു ധീരമായ നേതൃത്വം, ഇടപെടലുകൾ തീർച്ചയായിട്ടും അത് പ്രശംസനീയമാണ്.